വെൽക്കം ടു മൈ ചാനൽ കുക്കിംഗ് വിത്ത് രാജി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ്. ഒരു കപ്പ് നേരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒരു കപ്പ് തേങ്ങാപ്പാൽ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്, അല്പം സവാളയും പച്ചമുളകും, പിന്നെ ഇത് മസാലയും, ഇത് തേങ്ങയും അണ്ടിപ്പരിപ്പും വറുത്തിടാൻ. ഇനി നമുക്ക് കുക്കറിലേക്ക് ഈ അരി ഇട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. തേങ്ങാപ്പാലും ഈ മസാലയും കൂടി ഇട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് ഇത് അരി നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഞാനൊരു പാൻ വെച്ച് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് സവാളയും കൂടി ഇട്ട് വറുത്തെടുക്കുകയാണ്. ഞാനതിന് കോരി മാറ്റുകയാണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചക്കറി വഴറ്റാനുണ്ട്. പരിപ്പ് കോരി മാറ്റിയ നെയ്യിലേക്ക് ഞാൻ പച്ചക്കറിയും ഗ്രീൻ പീസും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പച്ചക്കറി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാല. ഈ പൊടികളൊന്ന് ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ചോറ് ഒറ്റ വിസിൽ വെന്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേവിച്ച ചോറൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാച്ചോറ് റെഡിയായി. നമുക്ക് ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും സവാളയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക. നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറ് റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സ്വാദിഷ്ടവുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.